മലയാള സിനിമയുടെ അമ്മയായ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം. നാളെ രാവിലെ 9 മണി മുതൽ 12 മണി വരെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. സംസ്കാരം നാളെ 4 മണിക്ക് ആലുവയിലെ വീട്ടുവളപ്പിൽ നടക്കും. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ചെറിയൊരു പൊതുദർശനം ആശുപത്രിക്ക് മുൻപാകെ നേരത്തെ ഏർപ്പാടാക്കിയിരുന്നു. ഇപ്പോൾ എന്താണ്, പൊതുദർശനം തുടരുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? നിലിമ, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ചു. ആശുപത്രിയിൽ വന്ന് കാണാൻ കഴിയുന്നവർക്കെല്ലാം കാണാനുള്ള അവസരം ഒരുക്കുന്നതിനാണ് ഇങ്ങനെയൊരു പൊതുദർശനം ഇവിടെ ആശുപത്രിയിൽ ഒരുക്കിയത്. നമുക്ക് പിന്നിലുള്ള ഈ ഹാളിലായിരുന്നു അല്പസമയം മുമ്പ് വരെ മലയാളത്തിൻ്റെ മലയാള സിനിമയിലെ പ്രിയപ്പെട്ട അമ്മയായ കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരമുണ്ടായിരുന്നത്. ഈ ആശുപത്രിയിൽ വരുന്നവർ സിനിമാ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ആശുപത്രിയിലുള്ള ആരോഗ്യ പ്രവർത്തകരും മറ്റാരെങ്കിലും ആശുപത്രിയിൽ വരുന്നവർക്ക് കാണണമെങ്കിൽ ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനൊരു പൊതുദർശനം തീരുമാനിച്ചത്. ഇവിടുത്തെ ഈ രോഗികൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ളൊരു ലോഞ്ചുണ്ട്, പേഷ്യൻ്റ് അഡ്മിഷൻ ലോഞ്ച്. ആ പേഷ്യൻസ് ലോഞ്ചിലാണ് ഒരു പൊതുദർശനം ക്രമീകരിച്ചത്. വൈകുന്നേരം അല്പസമയം മുമ്പ് വരെ ഇവിടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചെത്തുന്നവർക്കെല്ലാം കവിയൂർ പൊന്നമ്മയെ ഒന്ന് കണ്ട് അന്തിമ അഞ്ജലി അർപ്പിക്കാനുള്ള ഒരു അവസരമായി ഒരു നോക്ക് കാണാനുള്ളൊരു അവസരം ഇവിടെ ഒരുക്കിയിരുന്നു. അത് പരമാവധി കഴിയുന്നവരെല്ലാം കാണാനുള്ള അവസരമൊരുക്കി. സിനിമാ മേഖലയിൽ നിന്നുള്ള ഒട്ടേറെ പ്രമുഖർ സ്ഥലത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഒട്ടേറെ സിനിമാ താരങ്ങൾ, സാങ്കേതിക പ്രവർത്തകർ, ചലച്ചിത്ര താരവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, സംവിധായകനും നടനുമായ ജോണി ആൻ്റണി, അതോടൊപ്പം ചലച്ചിത്ര താരങ്ങളായ വിനു മോഹൻ, സരയു തുടങ്ങിയവരെല്ലാം, സംവിധായകൻ സിബി മലയിൽ, അങ്ങനെ ഒട്ടനവധി പേർ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഒട്ടേറെ പേർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ, ആശുപത്രിയിൽ രോഗികളെ കാണാൻ എത്തിയവരും പലരും വിവരമറിഞ്ഞ് ഒരു നോക്ക് കാണാനായി കവിയൂർ പൊന്നമ്മയെ ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിരുന്നു. ഇനി നാളെ രാവിലെ 8:30 ആശുപത്രി, കാരണം മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലുള്ള മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ 8:30 ആശുപത്രിയിൽ നിന്നും മൃതദേഹം കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. 9 മണി മുതൽ 12 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനം, അതിനുശേഷം ആലുവയിലുള്ള വീട്ടിൽ മൃതദേഹം സംസ്കരിക്കും. ഇങ്ങനെയാണ് നമുക്ക് അറിയിച്ചിട്ടുള്ളത്. കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകുകയാണ് നാട്. വിവരങ്ങളാണ് തിയോഫിൻ പങ്കുവച്ചത്.